അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ടവർക്കായുള്ള ആശ്വാസ പദ്ധതിയിൽ ഇടുക്കിയിൽ 8 കേസുകളിൽ സഹായം അനുവദിച്ചു. അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് സ്കീം 2022 പദ്ധതി പ്രകാരമാണ് കേസുകൾ തീർപ്പാക്കിയത്. അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ടവർക്കായുള്ള ആശ്വാസ പദ്ധതിയിൽ ഇടുക്കിയിൽ 8 കേസുകളിൽ സഹായം അനുവദിച്ചു. അജ്ഞാത വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന കോമ്പൻസേഷൻ ടു വിക്ടിംസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ മോട്ടോർ ആക്സിഡന്റ് സ്കീം 2022 പദ്ധതി പ്രകാരമാണ് കേസുകൾ തീർപ്പാക്കിയത്. ഹിറ്റ് ആൻഡ് റൺ സംഭവിച്ച് ആശുപത്രി ചെലവ് ഒരു താഴ്ന്ന വരുമാനക്കാർക്കൊക്കെ ആശുപത്രിയിൽ ഭീമമായൊരു ചെലവ് വന്നിട്ട് അത് താങ്ങാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഈ ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ പരാതി സമർപ്പിക്കുകയാണെങ്കിൽ ആശുപത്രി ചെലവ് ഉൾപ്പെടെയുള്ള കോമ്പൻസേഷൻ ഒരു അർഹതയുണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയുന്നില്ല. ഇത്തരത്തിലും വലിയൊരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ട്. 2024 മെയ് 14 ജില്ലയിൽ പ്രത്യേക കമ്മിറ്റി രൂപം കൊണ്ടത്. ഇടുക്കി ജില്ലയിൽ പദ്ധതിയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി 7-അംഗ ജില്ലാതല കമ്മിറ്റിയാണുള്ളത്. ഹിറ്റ് ആൻഡ് റൺ അപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് പദ്ധതിയുടെ ഭാഗമായി 2 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 50,000 രൂപയും വരെ സാമ്പത്തിക സഹായമായി നൽകുന്നു. ജില്ലാ കളക്ടർ അധ്യക്ഷനായ കമ്മിറ്റിയിൽ ജില്ലാ പോലീസ് മേധാവി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി പ്രതിനിധി എന്നിവരോടൊപ്പം സാമൂഹ്യ പ്രവർത്തകനായ അടിമാലി മാന്തർക്കൽ ഡോക്ടർ ബിജു മാത്യുവും അംഗമാണ്. മെമ്പർ ആൻഡ് ക്ലെയിം എൻക്വയറി ഓഫീസർ എന്ന നിലയിൽ സബ് കളക്ടർ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. അപേക്ഷകൾ ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിച്ച് യോഗ്യത ഉറപ്പാക്കിയതിനു ശേഷം കമ്മിറ്റി അംഗീകാരം നൽകി നഷ്ടപരിഹാരം അനുവദിക്കുന്ന നടപടിക്രമമാണ് നിലവിലുള്ളത്. ഹിറ്റ് ആൻഡ് റൺ അപകടത്തിൽപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ബന്ധപ്പെട്ട താലൂക്ക് ഓഫീസിലോ ജില്ലാ കളക്ടറേറ്റിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇടുക്കിയിൽ ഇത് സംബന്ധിച്ച് ഇതുവരെ ലഭിച്ച 10 അപേക്ഷകളിലും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. 8 കേസുകളിൽ സാമ്പത്തിക സഹായം അനുവദിച്ചു. ഒരു അപേക്ഷ കാലാവധി കഴിഞ്ഞ് ലഭിച്ചതിനാൽ അനുവദിക്കാനായില്ല. ഒരു അപേക്ഷകന് മെഡിക്കൽ ക്ലെയിം സഹായം ലഭിച്ചതിനാൽ പദ്ധതിയിൽ നിന്നുള്ള സഹായത്തിന് അർഹത ലഭിച്ചില്ല. കഴിഞ്ഞ വർഷം മാത്രം ജില്ലയിൽ 18 ഇടങ്ങളിലാണ് അജ്ഞാത വാഹനമിടിച്ചുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 10 അപേക്ഷകൾ മാത്രമാണ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.